ഇതപ്പോ വരും. ആ പാറക്കല്ലിന്റെ ഫോട്ടോ എടുക്കണേനല്ലേ? ഇനി കൊടുക്ക അവിടെ നമസ്കരിക്കുന്നവരാണ് വേണ്ട പോലെ മദ്രസയിലോ അതല്ലെങ്കിൽ മറ്റുള്ളതായ സ്ഥാപനങ്ങളിലോ പോയിട്ട് പഠിക്കാൻ കഴിഞ്ഞവരും കഴിയാത്തവരും നമ്മുടെ വാഹനത്തിലുണ്ടാവും. ഈ രണ്ടാമത് നിലത്തിട്ട പാമ്പാവും. ആ കഴിവ് കൊടുത്ത ആൾ അല്ലാഹുവാണ്. അപ്പൊ ഈ കഴിവ് കൊടുത്ത ആളാരാണ്? മൂസാ നബിയുടെ കഴിവാണോ? സ്വന്തം കഴിവാണോ? അല്ല, അല്ലാഹു കൊടുത്ത കഴിവാണ്. ഈ കഴിവ് ആരുടെ തന്നെയാണ്? അള്ളാഹുവിന്റെ തന്നെയാണ്. അന്ന് അള്ളാഹു നേരിട്ടത് വെളിവാക്കാതെ മൂസാ നബിയിലൂടെ വെളിവാക്കിയത്. അതിനൊക്കെ ചില യുക്തികളുണ്ട്. നമുക്കതൊക്കെ സംസാരിക്കാം. ചുരുക്കി പറഞ്ഞാൽ, ആദ്യം നമ്മളിവിടെ പോയി, നാട്ടുകളിൽ പോയി, അവിടെ സ്ത്രീകൾക്ക് സിയാറത്ത് ചെയ്യാം. വേറെ സ്ഥലം സിയാറത്ത് ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഒരുമിച്ച് നിങ്ങളൊക്കെ ചെയ്യും. ചിലപ്പോ പെണ്ണുങ്ങളുണ്ടായിക്കൂടെ നടക്കണം, ആണുങ്ങളുണ്ടാവും നടക്കണം. കടന്ന സമയത്ത് അവിടെ മറവിട്ട് കിടക്കുന്നതായ ആ മഹാൻ ബഹുമാനപ്പെട്ടവരുടെ സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങളിപ്പോ എന്തിനാ അങ്ങോട്ട് വന്നത്? ആ കാര്യം സാധിപ്പിച്ചു പോവുക. ഇവിടെയുള്ള കാര്യം ഞാൻ നോക്കിക്കൊണ്ട് അത് നിങ്ങളുടെ അതിലാണ് ഇടപെടണ്ട എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ള എന്താ? الشفيع الأبطال والهادي بالآراد من أنابه ما رأينا فيهما مثل صلك قط يا سيدي حتى أحمد رب صل على النبي محمد من جل خلائق من جهنم في يدي هداك إلى درب هذا المصطفى هذا جميل الوصف هذا سيد يا رب صل على الله سبحان الله وبحمده سبحان الله وبحمده أستغفر الله سبحان من قربي صلاة وتسليم وأزكى تحياتي تنكست مقلوبا فما تحياتي على المصطفى في خير البرية قلوبا ونكست صاخرا فما أنت في الأوفاق بالسيد ربي محمد صلى الله لا إله إلا الله فقال لا تحزن فإنه يرسلك ولا هو مؤمن قال فاستيقظت وقد تزايد وجدي وانا انتظر انجاز قد جرت على خدي وينزل البال يترك الجنة يقول يفتى وقد زال صدى قلبي كان الحبيب قد قبل الفارية قد كان عندي قال ففتحت له الباب ودخل ويقول لا إله إلا الله محمد رسول الله عليه وسلم